ട്രിപ്പോളം ശാന്തി. അപ്പൊ നേരെ സത്യത്തിലേക്ക് നമ്മൾ നടന്നു പോകുന്ന കാര്യം എങ്ങനെ നടന്നു പോകുന്നത്? വളരെ സിമ്പിളായിട്ട് സംസ്കാരം മാറ്റിയിട്ട്. ഒരുപക്ഷെ സത്യത്തിലേക്ക് വേണ്ട ശരീരം എടുത്തിട്ടായിരിക്കും, അതല്ലെങ്കിൽ കലിയുഗത്തിലെ ശരീരം ആ അവസാനം വരെ ഉപയോഗിച്ചിട്ട് പിന്നെ അത് ഉപേക്ഷിച്ചിട്ട് ഒന്നിലെ കുട്ടിയായിട്ട് ജന്മെടുക്കാം. ഒന്നിലെ കുട്ടിയായിട്ട് ജന്മെടുക്കുന്നവരുണ്ട്, ഒന്നിലെ കുട്ടിയായിട്ട് ഇരിക്കുന്നവരുണ്ട്. ഇനി കുട്ടിയായിട്ട് ജന്മെടുത്ത ഇവിടത്തെ മാതിരിയല്ല. ഇവിടെ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഒരു 5-6 മാസം കഴിയുമ്പോ ഒന്ന് മലന്ന് കമഴ്ന്ന് കിടന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞ് ഒന്ന് ഇരുന്ന്. അവിടെ അങ്ങനെയല്ല. അവിടെ കുട്ടിയായിട്ട് ഇന്ന് ജന്മെടുത്ത നാളെ മുതൽ ഓടിക്കളിക്കും. ഇന്ന് ജന്മെടുത്താല് പശുവും ഈ ഒട്ടകത്തിന്റെ ആനയുടെ ഒക്കെ കുട്ടികൾ നടക്കുന്നുണ്ടല്ലേ, അതേപോലെ ഇന്ന് ജന്മെടുത്ത വിത്തിൻ സെക്കൻഡ്, അത്ര കറക്റ്റ് ആയിട്ട് എനിക്കറിയില്ല, പക്ഷെ ആ സമയം തൊട്ടിട്ട് കുട്ടി നടക്കും. സത്യത്തില് സത്യമാണ് പറയുന്നത്. സത്യത്തിൽ അങ്ങനെയാണ് സംഭവം. അത് മുതൽ ആ കുട്ടിയുടെ ഫുൾ ബ്രെയിനും കാര്യങ്ങളും അതിനു വേണ്ടിയിട്ടാണ് അവിടെ സെറ്റ് ചെയ്തത്. ഭയങ്കര യുഗമാണത്, അത്ഭുതത്തിന്റെ യുഗമാണ്. അല്ലാതെ അതാണ് പറഞ്ഞത്, ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭജയിലെന്ന് ബാബ പറയുന്നത് ഗർഭത്തിലിരിക്കുന്ന സമയത്തുള്ള ജയില് മാത്രല്ല, അത് കഴിഞ്ഞിട്ട് എണീക്കണ്ടേ, എണീച്ച് നടന്ന് ഫ്രീ ആവണ്ടേ? എത്ര സമയമാണ് ഒന്ന് എണീക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം? 5, 6, 7, 8 മാസം, 8-9 മാസം ആകുമ്പോഴേക്കാണ് കുട്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നടക്കണം. ഇനി നടക്കാൻ തുടങ്ങിയാൽ തന്നെ പിടിച്ചേക്കണ്ട, അത് ചെയ്യല്ല ഇത് ചെയ്യല്ല, ഗർഭജയിലാണത്. എന്നിട്ട് നടന്നൊന്ന് ഫ്രീ ആയിക്കഴിഞ്ഞാൽ 1 വയസ്സ് 2 വയസ്സാവണ വരെ പള്ളിക്കൂടത്തിൽ പോകണ ആ ഒരു സമയം വരെയും അത് ചെയ്യല്ലേ ഇത് ചെയ്യല്ലേ, നീന്തല്ലേ, കുളിക്കല്ലേ, മഴ നനയല്ലേ, വെയില് കൊള്ളല്ലേ, ഇത്രയും ഇറിറ്റേഷൻ ആക്കിക്കൊണ്ട് ഒരു കുട്ടീനെ ഇങ്ങനെ വളർത്തണം. ആ കുട്ടിക്ക് ഇഷ്ടമുണ്ടായിട്ട് കൂടെയല്ല, അത് അതിന്റെ പാട്ടിൽ പോകണം. അതിന്റെ പാട്ടിൽ പോയിട്ട് അനുഭവങ്ങൾ കൊണ്ട് പഠിച്ചു വരണം. വിളക്ക് തൊടല്ലേ, തീ കത്തിക്കല്ലേ, മറ്റേതാക്കല്ലേ, എന്തെല്ലാം റെസ്ട്രിക്ഷൻസ് ആണ് ഇപ്പൊ ഇവിടെ ജനിക്കുന്ന ഒരു കുട്ടിക്ക്. സത്യത്തിലാവുന്നില്ല. എണീറ്റ് പോയി പിന്നെ അത് അതിന്റെ മാതാപിതാക്കളോടൊപ്പം വളരെ രസകരമായിട്ട് തന്നെ ആയിരിക്കും. അവിടെ വിളക്കെത്തിക്കലും ആരാധനയും തീപിടുത്തം ഉണ്ടാവുന്ന സംഭവങ്ങളും വൈദ്യുതി കൊണ്ട് ഷോക്കടിക്കുന്ന അപകടമുള്ള ഒന്നും അവിടെ ഇല്ല. ഇവിടെ ഒന്നും അതൊക്കെ ഉണ്ട്. ഇവിടെ അതുകൊണ്ടാണ് അതൊക്കെ ചെയ്യല്ലേ എന്ന് പറയുന്നത്. കാരണം എന്താ? അപകടമുള്ളതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുട്ടി അറിയാതെ പോയിട്ട് കറണ്ടിൽ തൊട്ടാല് ഉറപ്പാണ് ഡും, പോയിട്ട് കുളത്തിലും മുങ്ങിയാല് ഡും, ഇനി അതല്ല വല്ല തെങ്ങിന്റെ അടിയിൽ പോയി നിന്നിട്ട് തേങ്ങ വീണാല് ഡും. അതുകൊണ്ടാണ് ഇവിടുത്തെ കുട്ടികള്, കലിയുഗത്തിലെ കുട്ടികൾ അത്രയും റെസ്ട്രിക്ഷൻ കൊടുക്കും. ഇനി അതൊന്നുമില്ല, പോണതിന്റെ ഇടയിൽ വല്ല ഒതളങ്ങിയും കഴിച്ചു കഴിഞ്ഞാല് ഡും. മണ്ണ് കഴിച്ചാല് ഒരു ചുക്കും സംഭവിക്കില്ല, പക്ഷെ ഒതളങ്ങ് പോയി കഴിച്ചാല് ചിലപ്പോ ഡും. അതായത് ഇവിടെ തന്നെ ഒരു കുട്ടിക്ക് കഴിക്കാൻ പാടില്ലാത്ത, മനുഷ്യനെ കഴിക്കാൻ പാടില്ലാത്ത പല സംഭവം. ഇനിയിപ്പോ ഒന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് നായ വന്ന് കടിച്ചാലിടും, തീർന്നു. അതുകൊണ്ടാണ് ഇപ്പൊ ഒരു കുട്ടീനെ ജനിച്ച് അതിന് 1 വയസ്സ് 2 വയസ്സ് 3 വയസ്സാവണവരെ മാതാപിതാക്കളും ബാക്കിയുള്ളവരും അതിനെങ്ങനെ കെയർ ചെയ്ത് നിർത്തണം. പേടിപ്പിച്ച് നിർത്തണം. അതിലേക്ക് ഇങ്ങനെ വിഷം കയറ്റി കൊടുക്കണം. എന്തൊക്കെ വിഷം? നെഗറ്റീവ്, പേടി, ദേഷ്യം, പിന്നെ അങ്ങനെ എല്ലാ വികാരങ്ങളും. ഓരോന്നെടുത്ത് പറയണ്ടല്ലോ. ആദ്യം തന്നെ കുട്ടികൾക്ക് കാമവികാരമൊന്നും കൊടുക്കണില്ല, പക്ഷെ അതൊക്കെ പിന്നെ ബാക്കി അതിന്റെ പിന്നാലെ വന്നോളൂ. ഈ കാമക്രോധ മോഹ ലോഭ അഹങ്കാരത്തിന്റെ കുട്ടികളും പേരക്കുട്ടികളെയാണ് ആദ്യം ഈ കുട്ടികൾക്ക് കൊടുക്കുന്നത്.
പിന്നെ ഈ കുട്ടികളും പേരക്കുട്ടികളും എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ബാക്കിയുള്ള എല്ലാ വികാരങ്ങളും വന്നു. ബാബ നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താണ്? ഈ 5 വികാരങ്ങള്, അതിന്റെ പേരക്കുട്ടികള്, 5 വികാരങ്ങൾ നിങ്ങളത് പോയോ? ഇനി അതിന്റെ പേരക്കുട്ടികളൊക്കെ പോയോ നോക്കൂ. അതിന്റെ മക്കളും പേരക്കുട്ടികളൊക്കെ പോയോ നോക്കൂ. വളരെ കുറച്ച് സമയമാണ് നമുക്ക് ബാബ തരുന്നെന്നുണ്ടെങ്കിലും ഇത് നന്നായി ചിന്തിക്കണം. സത്യത്തിലൊരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഈ വക ഓരോ പ്രശ്നമില്ല. എണീക്കുന്നു, ആ കുട്ടിയുടെ കർമ്മം ചെയ്യുന്നു. ആ കുട്ടിയെ നോക്കാനായിട്ട് ആ കുട്ടിയുടെ പ്രായത്തിലുള്ള കുറേ ദേവതകളാണുണ്ട്. അതുകൊണ്ട് അവിടുത്തെ മാതാപിതാക്കൾക്ക് അതിനെപ്പറ്റി ചിന്തിക്കുകയേ വേണ്ട. അവർക്ക് അവരുടെ കർമ്മം, ഇവർക്ക് ഇവരുടെ കർമ്മം. ഇവിടത്തെ പോലെ ബന്ധനമില്ല. അവിടെ ഡാൻസ് കളി, പാട്ട്, കൂത്ത് എല്ലാം കൊണ്ട് ഗംഭീര ഉത്സവമായിട്ട് അങ്ങനെ നടക്കന്നെയാണ്. ആ ചെറുതില് ജനിച്ച അന്ന് മുതലേ തുടങ്ങും പാട്ടുപടുത്തും എഴുത്തും വായനയും. അതൊക്കെ അതാത് ടൈമിലെത്തുമ്പോ, ജനിച്ച അന്ന് മുതൽ എഴുതും വായിക്കുന്നല്ലട്ടാ, ആ ഒരു സമയത്തുമ്പോ അതിന് തന്നെ തോന്നും എനിക്ക് പഠിക്കണം. ഇവിടെ നിന്നാണെങ്കിലോ 3 വയസ്സാകുമ്പോ അംഗനവാടിയിൽ കൊണ്ടാക്കും. എനിക്ക് പോണ്ട അമ്മ, എനിക്ക് പോണ്ട, എന്നെ കൊണ്ടോണ്ട, ടീച്ചർ ചീത്തയാണെന്ന് പറഞ്ഞ് കുട്ടി തിരിച്ചു വരും. വീണ്ടും കൊണ്ടാക്കും. അങ്ങനെ കൊണ്ടാക്കി കുട്ടികളിൽ അംഗനവാടിയോടും സ്കൂളിനോടും കോളേജിനോടൊക്കെ ഉള്ള ആ ഒരു ഇഷ്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. എന്നാ അവിടെ അങ്ങനെയൊന്നുമില്ല. അവിടെ കോളേജ് ലെവലിലൊക്കെ പഠിച്ചിട്ട് ഡോക്ടറോ എഞ്ചിനീയറോ കളക്ടറോ ഒന്നും ആവേണ്ട ആവശ്യമില്ല. ഒക്കെ രാജ പ്രജ ദാസദാസിമാർ അവരവരുടെ കർമ്മം ചെയ്തു. അതായി തീരാൻ വേണ്ടിയിട്ട് രാജാവിന്റെ കുട്ടി രാജാവ് തന്നെ ആയിരിക്കും, പ്രജയുടെ കുട്ടി പ്രജയായിട്ട് തന്നെ ആയിരിക്കും. അതായത് സ്ഥലങ്ങളിലനുസരിച്ച് ജന്മം എടുക്കുള്ളൂ. പ്രജയുടെ കുട്ടി അവരുടെ കർമ്മത്തിന്റെ ആധാരത്തിൽ അടുത്ത ജന്മം ചിലപ്പോൾ രാജാവായി കൂടായില്ല. രാജാവിന്റെ കുട്ടി അവരുടെ കർമ്മത്തിന്റെ ആധാരത്തിൽ അടുത്ത ജന്മം ചിലപ്പോൾ ദാസിയായി കൂടായില്ല. ഇതാണ് ബാബ പറയില്ലേ, ബ്രാഹ്മണർ ഉയരത്തിലും താഴത്തിലും ഒക്കെ ഉണ്ട്. ഇതിന്റെയൊക്കെ കാറ്റഗറിക്ക് അനുസരിച്ച് ഈ 9 ലക്ഷത്തിലുള്ളവർ തന്നെ വരുന്നും താവുന്നും, അതുപോലെ പിന്നെ 33 കോടിയിലുള്ളത് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും അവസാനം വരെ. പിന്നെ ദ്വാപര കലിയുഗം തുടങ്ങുമ്പോൾ അവിടെയാണ് നമുക്ക് വീണ്ടും ഈ അസുഖങ്ങളൊക്കെ തടഞ്ഞു. ഇപ്പൊ എല്ലാ അസുഖങ്ങളും മാറ്റണം. ദ്വാപര കലിയുഗം വരുമ്പോൾ അസുഖങ്ങളൊക്കെ വീണ്ടും തുടങ്ങും. ഇപ്പൊ ഓരോ അസുഖങ്ങൾ എടുത്ത് നോക്കണം, ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. എനിക്ക് എത്രത്തോളം അസുഖങ്ങളുണ്ട്, എന്തെല്ലാം അസുഖങ്ങളുണ്ട്, ഏതെല്ലാം അസുഖങ്ങളുണ്ട്. അസുഖങ്ങളുടെ ചെറിയ ചെറിയ രൂപങ്ങളൊക്കെ ഉണ്ടാവും. അത് ചെക്ക് ചെയ്യണം, അതിനെ സുഖപ്പെടുത്തണം. ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ബാബ തരും ദിവ്യബുദ്ധി, താക്കോല് തുറന്നു തരില്ല. ദിവ്യബുദ്ധിയുടെ താക്കോല് തരും. തുറക്കെങ്കിലും വേണ്ട കുട്ടികളെ നിങ്ങൾ. ആ കാര്യം ബാബ അത്രയും ഫ്രീ ആക്കി തരും. ബാബ തരും, ദിവ്യബുദ്ധിയുടെ താക്കോല് തരും. തുറക്കണ ഒരു പണി എങ്ങനെ ചെയ്യണ്ടേ, അത് നമ്മൾ തന്നെ ചെയ്യണം കേട്ടോ. അത് നമ്മൾ തന്നെ ചെയ്യണം. ഓരോരുത്തരും അവരവരുടെ ബുദ്ധിക്കനുസരിച്ച് അവരവരുടെ ദിവ്യബുദ്ധി തുറക്കണം. ചാവി ഇട്ട് തന്നിട്ടുണ്ട്, അവിടുന്ന് സദാ ചാവി ഇട്ടിട്ട് തന്നെയാണ് ഓരോരുത്തരും. ബാബാ എനിക്ക് അസുഖങ്ങളൊന്നും മാറിയിട്ടില്ല, അടുത്ത ചാവി ഇട്ട് തരും. ബാബാ എനിക്ക് ദേഷ്യം അങ്ങോട്ട് പോയിട്ടില്ല, ചാവി ഇട്ട് തരും. ബാബാ എനിക്ക് ഈ അറിവ് മുഴുവനായിട്ട് അങ്ങോട്ട് വിശ്വാസമാവണില്ലേ, ചാവി ഇട്ട് തരും. 5000 വർഷത്തില് ഈ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഈ ഭൂമി വീണ്ടും സത്യയുഗാവുക. ആ സമയത്ത് ഈ സൂര്യന്റെ ചന്ദ്രന്റെ അവസ്ഥകള് ഇത്രയും കോടി ആത്മാവ്, ഇത്രയും കോടിക്കണക്കിന് വരുന്ന ആളുകൾ മുഴുവൻ ഇല്ലാതായിട്ട് 9 ലക്ഷത്തിൽ സ്റ്റാർട്ട് ചെയ്യുക. ശ്വസിക്കണ്ടേ, നടക്കൂ? ഒരു ബിന്ദു വിചാരിച്ച് ഇതൊക്കെ നടക്കുക? ഇത്രയും ആൾക്കാരൊക്കെ, ഇത്രയും മോശമായ ഗവൺമെന്റിനെ ഇല്ലാതാക്കാൻ പറ്റും? ഇത്രയും മോശമായ സിസ്റ്റങ്ങൾ ഇല്ലാതാക്കാൻ പറ്റും? ഇത്രയും മോശമായ പല പല കാര്യങ്ങളും, എന്തെല്ലാം വിധത്തിലുള്ള ധർമ്മങ്ങളുണ്ട്, അതിനൊക്കെ ഇല്ലാതാക്കാൻ പറ്റും? ഒരു ബിന്ദു പറ്റൂല. ഒരു ബിന്ദുവിന് അത് പറ്റൂല. ആ ബിന്ദുവിന് ശരീരമില്ല. ആ ശരീരമില്ലാത്ത ബിന്ദു യൂസ് ചെയ്യുന്നത് ഈ 33 കോടി പേരെ. ഈ 33 കോടിയിലൂടെ ഇതൊക്കെ നടക്കും.
അത് സമയം എത്തുമ്പോൾ ഓരോരുത്തർക്ക് അവരവരുടെ ബുദ്ധി തെളിഞ്ഞോളും. ഓരോരുത്തർക്ക് അവരവരുടെ ബുദ്ധി തെളിഞ്ഞോളും. തെളിയുക തന്നെ ചെയ്യും. അതിനാണ് മഹാവിനാശം എന്ന് പറയുന്നത്. മഹാവിനാശം അത് അതിന്റെ രൂപത്തിൽ വരും. മഹാവിനാശത്തിലെല്ലാം പോയിട്ട് മറ്റേ സുനാമിയുടെ അടിയിൽ കിടന്നിട്ടല്ല തെളിയുക. നോർമലായിട്ട് പലരും പല വിധത്തിലിരുന്ന് കർമ്മം ചെയ്ത് ക്ലിയർ ആക്കി തന്നെ പോകണം. കർമ്മത്തിന്റെ കണക്കാണ്. ആ കണക്കിന്റെ ആധാരത്തിൽ ഓരോരുത്തരിരുന്ന് ഓരോരോ സ്ഥലം എവിടെയാണോ ആ ഓരോരുത്തർക്ക് ഇരിക്കാനുള്ളത് അവിടെ ഇരുന്ന് ചെയ്യണം. അതിന്റെ ആധാരത്തിലും പൂജ ലഭിക്കണം. അതിന്റെ ആധാരത്തിലും പൂജ ലഭിക്കണം. ഏതെല്ലാം വിധത്തിലാണ് പൂജ ലഭിക്കുന്നത്? ഈ പൂജ എന്ന് പറഞ്ഞാല് മൊത്തത്തിലാണ്. ബ്രാഹ്മണർ ചെയ്ത കർമ്മത്തിന്റെ ആധാരത്തില്, സത്യത്രേതായുഗത്തിൽ ചെയ്ത കർമ്മത്തിന്റെ ആധാരത്തില്, ഇങ്ങനെയാണ് ഈ പൂജ രൂപങ്ങൾക്ക്. നമ്മൾ തന്നെയാണ് തുടങ്ങി വെച്ചിട്ടാ പൂജ ചെയ്യാൻ തുടങ്ങി വെച്ചത്. അമ്പലങ്ങളും ബാക്കിയുള്ള എല്ലാം. ട്രിപ്പിൾ ഓം ശാന്തി.